ആറ്റിങ്ങൽ കൊല്ലമ്പുഴയിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ സ്വകാര്യ വ്യക്തികൾ വയലുകളും തണ്ണീർത്തടങ്ങളും മണ്ണിട്ട് നികത്തുന്നതായി ആരോപണം. ടോറസ് ലോറികൾ ഉൾപ്പെടെ രാത്രികാലങ്ങളിൽ മണ്ണിടിച്ചുകൊണ്ടാണ് നിലം നികത്തൽ നടക്കുന്നത്. ഇതിനു പിന്നിൽ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥ വൃത്തവും ഉണ്ടെന്നാണ് സൂചനകൾ. മാസങ്ങളായി മണ്ണ് കടത്തലും നിലം നികത്തലും ആസൂത്രണം തുടരുകയാണെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദിനംപ്രതി നടക്കുന്നത് ലക്ഷങ്ങളുടെ പണമിടപാടാണ്. കൊല്ലമ്പുഴയിലും പൊന്നറയിലും തച്ചൂർകുന്നിലും കരിച്ചിയിലും ഈ പ്രദേശങ്ങളിലൊക്കെയെല്ലാം വയലുകൾ ഇപ്പോൾ ഭൂമാഫിയകൾ നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങളുടെ കച്ചവടമാണ് ഇവിടുത്തെ ഭൂമാഫിയകളും രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ കൂടി പങ്കുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിത തണ്ണീർത്തടങ്ങളും കുളങ്ങളുമെല്ലാം നികത്തുന്ന ഒരു സമീപനം നടത്തുകയുണ്ടായി. പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്യുവാനോ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ ഇവിടുത്തെ ഭരണകൂടം ശ്രമിക്കുന്നില്ല. അതിന് ഉത്തമ ഉദാഹരണം മുതലാളിമാരെ സഹായിക്കുന്ന അല്ലെങ്കിൽ വൻകിട മുതലാളിമാരെ സഹായിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. പോലീസ് പിടികൂടിയ മണ്ണുമാന്തി യന്ത്രം പോലും മാഫിയ സംഘം കടത്തിക്കൊണ്ടുപോയതായും ആരോപണം ഉയരുന്നുണ്ട്. നിലം നികത്തലിനെതിരെ ആദ്യഘട്ടത്തിൽ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മുന്നേ ഇതിനെതിരെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, മുന്നേ ഇതിനെതിരെ പരാതികൾ നൽകിയിട്ടുണ്ട്. കാരണം ഒരു വയലുകളും നികത്താൻ പാടില്ല, ഒരു കുളങ്ങളും നികത്താൻ പാടില്ല, ഇതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പക്ഷേ രാത്രി കാലങ്ങളിൽ ഇവിടെ നടത്തുന്ന കരമണ്ണ് ഉപയോഗിച്ചുകൊണ്ടുള്ള നികത്തലുകൾ, വയലുകൾ, കുളങ്ങൾ നികത്തലുകൾ അത് അശാസ്ത്രീയമാണ്. അതിനെതിരെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നടപടി എടുത്തില്ല എങ്കിൽ പൊതുജനത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ പരാതിക്കാർ പോലും സ്വാധീനത്തിന് വഴങ്ങിയതായാണ് സൂചനകൾ. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.